മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നിലൊരു കുഞ്ഞ് വീഡിയോ ഉണ്ട് കേട്ടോ. ആ വീഡിയോ എനിക്ക് ചില ടെക്നിക്കൽ എറർ കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇന്നലെ രാത്രി ചെറിയൊരു പണി കിട്ടി. ഒരു 3 മാങ്ങ ഞാൻ ചെത്തി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പഴുത്തത്. അത് ആരും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ 3 മാങ്ങയും ഞാൻ തന്നെ കഴിച്ചു. രാത്രിയായപ്പോൾ എനിക്ക് ലൂസ് മോഷനും വോമിറ്റിങ്ങും കേട്ടോ. വേറൊന്നും പുറത്തുനിന്ന് ഞാൻ കഴിച്ചില്ല. അപ്പോൾ അതിൽ നിന്ന് മാത്രം കിട്ടിയതായിരുന്നു. ഗ്യാസ് എന്തോ ഫോം ചെയ്തിട്ട് നല്ല പണി കിട്ടി. അപ്പോൾ അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും എൻ്റെ മുഖത്ത് നല്ല രീതിയിലുണ്ട് കേട്ടോ. ഇന്നാണ് വേദയ്ക്ക് താഴെ റെസിഡൻസിൽ ഡാൻസ് പ്രോഗ്രാം ഉള്ളത്. ദിയ, വേദ, അമ്മു, തേനു ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അവർ സിംഗിളായിട്ടും ഡ്യുവറ്റായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ കളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോ കോസ്റ്റ്യൂമും ജുവലറിയൊക്കെ ആയിട്ടുള്ള ഒരു ഒറ്റ ഡാൻസാണ്. മീൻസ് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടൊക്കെ കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോങ് വേറെ വേറെയാണ്. അപ്പോൾ ദിയയും വേദയും റെഡി ആയിട്ടുണ്ട്. അമ്മുവും തേനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രസ്സ് മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ, ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഇത് വലിയവരുടെ സൈസാണ്, പിള്ളേർക്കെല്ലാം സ്മോൾ ഓർഡർ ചെയ്തിട്ട് അതിന് ഓൾട്ടർ ചെയ്തെടുത്തതാണ്. വേദനയോട് ടോപ്പ് ഓൾട്ടർ ചെയ്യണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഭയങ്കര വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. അവൾക്ക് കുത്തുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ ലൂസായിട്ട് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. പാൻസ് മാത്രം ഓൾട്ടർ ചെയ്തു. വേദയെ ഞാനാണ് റെഡിയാക്കിയത്. വേദയ്ക്ക് വേദയുടെ മേക്കപ്പ് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുരി എഴുതിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു, ബാക്കിയെല്ലാം ഓക്കെ. ബട്ട് പുരിക എഴുതിയത് മാത്രം അവൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പണക്കത്തിൽ നിൽക്കുക കേട്ടോ. സത്യം പറഞ്ഞാലേ എനിക്ക് പുരിക എഴുതാൻ വലിയ പിടിയില്ല. ഞാനും അങ്ങനെ അധികം പുരിക എഴുതാറില്ല കേട്ടോ. ഞാൻ പറയും കൊള്ളാം, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള സോപ്പിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അമ്മും തേനും റെഡി ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തേനുവിൻ്റെ അമ്മൂമ്മ ആൻറ്റി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്, ഇവിടെ എന്തായി പരിപാടി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വേദ റെഡിയായപ്പോൾ ആൻറ്റി പറഞ്ഞാൽ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം വേദയ്ക്ക് കിട്ടി കേട്ടോ. എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, അമ്മയൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേദയ്ക്ക് ഒരു സമാധാനം കിട്ടി. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, വേദയുടെ മേക്കപ്പൊക്കെ നന്നായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഞാനും പുരി കഴുകിയത് കുളമായോ എന്നൊരു സംശയം. അത് ബ്രൗൺ ഐബ്രോ പെൻസിൽ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബ്ലാക്ക് വെച്ച് വരച്ചപ്പോൾ കുറച്ചൊന്ന് തിക്നെസ് കൂടിപ്പോയി, അത്രയേ ഉള്ളൂ. തിക്നെസ് അല്ല, ഡാർക്ക്നെസ് കൂടിപ്പോയി, അത്രയേ ഉള്ളൂ സംഭവം. വൃത്തികേടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് വലിയ വൃത്തികേടായിട്ട് തോന്നിയില്ല. അവൾ കൊള്ളില്ല എന്നും പറഞ്ഞ് കരങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയുണ്ട് കേട്ടോ, വേദയുടെ ഡാൻസൊക്കെ കാണാനായിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് വയ്യാന്നൂടെ പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ വന്നതാട്ടോ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പ്രോഗ്രാം കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ മിക്കവാറും നാളെ രാവിലെ പോകത്തുള്ളൂ. 6 മണിക്ക് പ്രോഗ്രാം തുടങ്ങും എന്നാണ് നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 മണിയൊക്കെ ആയപ്പോൾ പതിയെ ദിയയും വേദയും കൂടി നടക്കുകയാണ്. അമ്മുവിനെയും തേനുവിനെ വിളിച്ചപ്പോൾ അവർ റെഡി ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റെഡിയായിട്ട് പതിയെ താഴെ വന്നാൽ മതി. അപ്പോൾ ഇവരുടെ വക ഈശ്വര പ്രാർത്ഥനയൊക്കെ ഉണ്ട്. 5:45 അങ്ങോട്ടേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയുള്ളൂ കേട്ടോ. 6 മണി എന്നുള്ളത് 6:30 ആവും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പാട്ടും ബഹളമൊക്കെ ആയിട്ട് രാവിലെ മുതൽ റെസിഡൻസിൽ നല്ല കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ നടപ്പുണ്ട്. ഞാനും അമ്മയും അതുപോലെ ദിയയുടെയും വേദയുടെയും പിറകെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ഡ്രസ്സ് അത് കൊടുക്കാനുള്ള കാരണം ഒരു പട്ടിയാല മോഡൽ കുർത്തിയാണ്. കാരണം അവർ പഞ്ചാബി ഡാൻസും പിന്നെ ഹിന്ദി ഡാൻസും ഒക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ അതിന് മാച്ച് ആവട്ടെ. പിന്നെ ഫസ്റ്റ് ഒരു സെമി ക്ലാസിക്കലൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ വേറെ മോഡേൺ കൊടുത്താൽ സെമി ക്ലാസിക്കൽ കളിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ ഒരു ഡ്രസ്സ് കൊടുത്തത് കേട്ടോ. പക്ഷേ കുറച്ച് വലിയ സൈസായിപ്പോയി എല്ലാവർക്കും. ഞാൻ കുഞ്ഞു കുട്ടികളുടെ സൈസ് നോക്കിയപ്പോൾ ഇല്ല, അങ്ങനത്തെ ഡ്രസ്സ് മോഡലില്ല. അപ്പോൾ എക്സ്ട്രാ സ്മോളും സൈസ് ഉണ്ടായിരുന്നില്ല, സ്മോളേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഡ്രസ്സ് കുറച്ച് ലൂസ് എല്ലാവർക്കും. പാൻസും ഒക്കെ നന്നായിട്ട് ഓൾട്ടർ ചെയ്തെടുക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയ കേട്ടോ, അല്ലെങ്കിൽ ബാക്കിലായി പോവും. ഫ്രണ്ടിലാകുമ്പോൾ ഫാനും ഒക്കെ വെച്ചിട്ടുണ്ട്, തണുത്തിരിക്കുക. ബാക്കിലാണെങ്കിൽ ഫാൻ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്ത് മഴ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂട് അനുഭവിക്കുന്നില്ല. എങ്കിലും കുറേ സമയം ചൂടോടെ ഇരിക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കില്ലേ. ഇതാട്ടോ നമ്മുടെ റെസിഡൻസിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന ചേച്ചി. ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇപ്പോൾ സ്പോർട്സ് ഡേ എന്നായാലും എല്ലാവരും നല്ല പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ചേച്ചി. അപ്പോൾ പിള്ളേരൊക്കെ ഡാൻസ് ഉണ്ടോ, പാട്ട് പഠിച്ചോ, പാട്ട് മീൻസ് പ്രെയറൊക്കെ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ റെഡിയാക്കി ഇരിക്കുന്നത് കണ്ടിട്ട് ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, ഇവർ ഡാൻസ് കളിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷം പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മുഖം കാണിക്കൽ വളരെ കുറവായിരിക്കും. എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, രാത്രി ഫുൾ ലൂസ് മോഷനും ഛർദിലും ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ ക്ഷീണവും ഉറക്കത്തിൻ്റെ ഒരു ഇതും ഒക്കെ എനിക്ക് നന്നായിട്ട് എൻ്റെ മുഖത്തുള്ളത് കൊണ്ട്
അധികം എൻ്റെ മുഖം കാണിക്കൽ കുറവായിരിക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മും തേനും ഒക്കെ വന്നു. അതേ അമ്മും തേനും ദിയയും വേദയൊക്കെ റെഡി ആയിട്ടുണ്ട്. ദിയ ഫ്രണ്ടിൽ ബാങ്ക്സ് വെട്ടിയിട്ടേക്കുന്നത് കണ്ടപ്പോൾ വേദയ്ക്ക് അതുപോലെ ഇടണം. വേദ അങ്ങനെ ഇട്ടപ്പോൾ ഒരു ഭംഗിയില്ല. അങ്ങനെ വേദ അതിനെ പിടിച്ച് വീണ്ടും ഹെയർ പിന്നെല്ലാം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അമ്മും തേനും വേദയും ദിയയും എല്ലാവരും നല്ല സുന്ദര കുട്ടികളായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവരെല്ലാവരും സുന്ദരിയായിട്ടുണ്ട്. വേദ മാത്രം, വേദയുടെ പുരികം മാത്രം എന്ത് കാട്ടാളിനെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ദേഷ്യം ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജ്വല്ലറി എല്ലാം മീഷോ എന്നാട്ടോ ഓർഡർ ചെയ്തത്. എല്ലാം ഒരുപോലെ തന്നെ ഓർഡർ ചെയ്തു. പിണക്കം വേണ്ട, ഇനി അവർക്കതായി അവൾക്കതായി ഇവൾക്കതായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെൻഷൻ വേണ്ടെന്ന് എഴുതിയിട്ട് എല്ലാവർക്കും ഡ്രസ്സായാലും ഓർണമെൻറ്റ്സ് ആയാലും ഒരുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സേതുലക്ഷ്മി അമ്മയും പിന്നെ ഒരു അക്ഷയ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയാട്ടോ. അവരെത്തിയിട്ടില്ല. അപ്പോൾ 6:30 മണിയൊക്കെയെങ്കിലും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ ഈശ്വര പ്രാർത്ഥന കേട്ടോ ഫസ്റ്റ്. അത് കഴിഞ്ഞ വർഷം ഇവർ തന്നെയായിരുന്നു പ്രെയറെല്ലാം പാടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അവർ 4 പേരും കൂടി പ്രയർ പറയാനായിട്ട് കയറിയിട്ടുണ്ട്. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. സ്റ്റേജിൽ കയറി പ്രയർ ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്നൊക്കെ ഉള്ളത് എല്ലാവരും കൂടി കളിക്കുമ്പോൾ അതൊരു വേറൊരു രസവും സന്തോഷമൊക്കെ തന്നെയാണ് അല്ലേ. ഇങ്ങനെ മടിച്ചിരിക്കാണ്ട് എല്ലാത്തിനും മുന്നോട്ട് പോകുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ എനിക്കെന്തോ എല്ലാത്തിനും ഭയങ്കര മടിയാണ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് സ്റ്റേജിലൊക്കെ വന്നിങ്ങനെ ഒന്ന് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനെ പ്രെയർ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഒരു 4 വരി മതി എന്ന് പറഞ്ഞാൽ 4 വരി ജസ്റ്റ് 4 ലൈൻസ് പ്രെയർ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ ശേഷം അവരുടെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം മീൻസ് ഉദ്ഘാടനവും പിന്നെ റെസിഡൻസിൻ്റെ ഡയറക്ടർ എന്തോ പ്രകാശനം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു പരിപാടികൾ, പിന്നെ മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചീഫ് ഗസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു മഴ ഇവിടെ പെയ്ത് കേട്ടോ. എപ്പോഴും മിക്കവാറും ഇവിടെ ഈ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമയം, റെസിഡൻസിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്യാറുണ്ട്. പ്രാവശ്യവും നല്ല രീതിയിലൊരു മഴയെല്ലാം പെയ്തു. കുറച്ച് നേരം ഇവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു മണിക്കൂർ മാക്സിമം എല്ലാം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ചീഫ് ഗസ്റ്റുകളെല്ലാം വന്നു. നമ്മുടെ സേതുലക്ഷ്മി അമ്മയും അക്ഷയ അങ്ങനെ എന്തോ പറഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇൻവൈറ്റ് ചെയ്യണ്ടേ, അങ്ങനെ ഓരോ ഫ്ലവറൊക്കെ കൊടുക്കുന്ന ചടങ്ങും ഈ പിള്ളേരെല്ലാവരും കൂടി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വേദ ഒരാൾക്ക് കൊടുത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ അവരുടെ പ്രസംഗം കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യമായിട്ട്. അപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം വടംവലി സ്പോർട്സ് ഡേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഗേൾസ് ടീമും ബോയ്സ് ടീമും അങ്ങനെ സെപ്പറേറ്റ് ടീമായിരുന്നു. അതിൽ 3 പ്രാവശ്യം എന്തോ വടംവലി ഇങ്ങനെ വയ്ക്കും കേട്ടോ. അതിൽ 3 പ്രാവശ്യവും ഗേൾസ് ടീമിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിന്നറായിട്ട് ഗേൾസ് ടീമിനെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിനെന്തോ ഒരു ട്രോഫി ഉണ്ട്, അത് കൊടുക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും വിളിച്ച് നിർത്തിയിട്ട് ആ ഒരു ട്രോഫി ഏറ്റുവാങ്ങൽ ചടങ്ങാണ് കാണിക്കുന്നത്. ആ ഗേൾസ് ടീമിൽ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ആകെ ഈ 4 പെൺപിള്ളേരും കൊണ്ട് എല്ലാത്തിലും അവരുണ്ടാവും കേട്ടോ. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ ഒരു എന്താണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെ അല്ലേ. അടിയൊന്നും കൂടാണ്ട് എല്ലാവരും 4 പേരും ഒരുപോലെ എല്ലാ കാര്യങ്ങൾക്കും അയ്യോ അവൾക്ക് അതായിപ്പോയി ഇവൾക്ക് ഇതായിപ്പോയി എന്നുള്ളൊരിതില്ലാതെ എല്ലാവരും ഒരുപോലെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സന്തോഷമുള്ള കാര്യം. അപ്പോഴേക്കും ചായ കൊണ്ടുവന്നു. ഈ ഒരു പരിപാടി കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം മുതൽ ഒരു ടീ ടൈമും കിട്ടിയ കേട്ടോ. ടീ ടൈമായിട്ടല്ല, അവിടെ പ്രസംഗവും കാര്യമൊക്കെ നടപ്പുണ്ട്. ചായ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. നല്ലൊരു ചായ കിട്ടി. നമ്മുടെ മറ്റേ മെഷീൻ ടീ ഇല്ലേ, അതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ടീ ആയിരുന്നു. ഒരു ആശ്വാസം കിട്ടിയേട്ടോ. ഞാൻ ഇങ്ങനെ ക്ഷീണിച്ച് വല്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ചായ കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം, ഇരുന്നിടത്ത് കൊണ്ട് തന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തോന്നി. അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങെന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മുടെ സ്പോർട്സ് ഡേക്ക് വിന്നേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ അതെല്ലാം ഈ 3 പിള്ളേരും തന്നെ കേട്ടോ. 4 പിള്ളേരും ദിയ, അമ്മു, വേദ, തേനു, ഇവർ 4 പേരും കൂടി തന്നെയാണ് ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ വാങ്ങുന്നത്. ഈ പെൺകുട്ടികൾ പിള്ളേർ സൈഡിൽ ഇവർ 4 പേരേ ഉള്ളൂ. പിന്നെ ഒരു കുട്ടിയുടെ ഉണ്ട് കേട്ടോ, ദേവ വേദ സായി എന്ന് പറയുന്ന കുട്ടി, അവളും ഉണ്ട് കേട്ടോ. അവള് ഇവിടെ നമ്മുടെ ആ ഒരു സൈഡിലല്ല താമസിക്കുന്നത്, വേറെ താഴെയാണ് കേട്ടോ. അപ്പോൾ നമ്മളായിട്ട് വലിയൊരു കണക്ഷൻ ഇല്ലെങ്കിലും അറിയാൻ പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടീമെന്ന് പറയുന്നത് വേദയും ദിയയും അമ്മുവും തേനുമാണ്.
അങ്ങനെ പ്രൈസെല്ലാം വാങ്ങുന്നുണ്ട്. വേദയ്ക്ക് പക്ഷേ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഉപയോഗമുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും അത് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചട്ടിയും കലമൊക്കെ വാങ്ങിച്ചിട്ട് വരും. നല്ല ഉപയോഗമുള്ള സാധനം, ചട്ടി കലമൊന്നും അല്ല കേട്ടോ, നല്ല സ്റ്റീൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും. നമുക്ക് സ്റ്റോറേജ് ബോക്സ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളായിരിക്കും. അത് കഴിഞ്ഞ് എല്ലാ പരിപാടികളും ഗസ്റ്റുകളുടെ വക എല്ലാ പരിപാടികളും കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിള്ളേരുടെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ കുഞ്ഞുമക്കളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടല്ലേ കുഞ്ഞു മക്കൾ വന്നിട്ടിങ്ങനെ പാട്ട് പാടുകയും അവർ പാടുന്നൊക്കെ കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ, മനസ്സിലാകത്തില്ല. പക്ഷേ അവർ കളിച്ച് ഒരു ഭയങ്കര ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറി അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസം തോന്നും. അവരുടെ ആ ഒരു ക്യൂട്ട്നെസ് കാണുമ്പോൾ, അവരുടെ ആ ഒരു കുട്ടിത്തത്തിലൊക്കെ നിന്ന് കാണിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ഭംഗി തോന്നും കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ മക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ദിയയും വേദയും അമ്മുവും തേനും ഒക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വരെയും എനിക്ക് വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ഫോണിലായിരുന്നു പാട്ടുണ്ടായിരുന്നത്. ദയ്യയുടെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഉണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. തേനുവിൻ്റെ അമ്മയുടെ ഫോണിലിടാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫോണിലാണ് പാട്ടിട്ടത്. പെൻഡ്രൈവ് കൊണ്ടുപോയപ്പോൾ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല, ബ്ലൂടൂത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിലാട്ടോ പാട്ട് എൻ്റെ ഫോണിലിട്ടത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുമില്ല. ഈ സെക്കൻഡ് വരെയും എനിക്കൊരു വീഡിയോ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എനിക്കിതിൽ അപ്ലോഡ് ചെയ്യാനും പറ്റില്ല കേട്ടോ. പക്ഷെ 4 പേരും നന്നായിട്ട് കളിച്ചു. എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു കേട്ടോ. സത്യമായിട്ട് 4 പേരുടെ എഫേർട്ടാണ്. അവർ ടി വിയിൽ സ്റ്റെപ്സ് എല്ലാം കണ്ട് പഠിച്ച് 4 പേരും തനിയെ കളിച്ച് പഠിച്ചതാണ്. പിന്നെ ഞാനെല്ലാം ചെറിയൊരു കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് ചെയ്ത് കൊടുക്കുകയും പൊസിഷൻസ് ക്ലിയർ ചെയ്യുകയും മൂവ്മെൻറ്റ്സ് ക്ലിയർ ചെയ്യുകയും ടൈമിങ് ക്ലിയർ ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സ്റ്റെപ്സ് എല്ലാം പഠിച്ച് എല്ലാവരും ഒരേ ടൈമിങ്ങിൽ നല്ല ഭംഗിയായിട്ട് നല്ലതുപോലെ കളിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എടുത്തിരുന്നെങ്കിലും ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരുമായിട്ട് പാട്ടിടാനും പറ്റത്തില്ലെങ്കിൽ അവർ കളിക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരായിരുന്നു കേട്ടോ. പക്ഷെ പറ്റിയില്ല. അത് എപ്പോഴെങ്കിലും അടുത്ത വീഡിയോയിൽ എനിക്ക് അതിൻ്റെ കട്ട്സ് മീൻസ് വീഡിയോസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടയക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ പാട്ടും റെസിഡൻസിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് കുറേ സമയം ഇരുന്ന് കേട്ടോ. 10:30 മണി വരെ, 10:30 കഴിയുന്നത് വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 10:30 കഴിഞ്ഞപ്പോഴേക്കും പ്രോഗ്രാം എല്ലാം എൻഡ് ചെയ്തിട്ട് ഫുഡെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും പോവുകയാണ്. പൊറോട്ടയും ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ട്, അത്യാവശ്യം ക്ഷീണമുണ്ട്. 10:30 മണിയായതുകൊണ്ട് കഴിക്കണമെന്നുമില്ല കേട്ടോ. അതും പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ആയപ്പോൾ എന്തായാലും കഴിക്കണമെന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു പൊറോട്ടയിൽ ചപ്പാത്തിയും ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്കാണെങ്കിൽ പിന്നെ ഒട്ടും വയ്യ കേട്ടോ, ഭയങ്കര ക്ഷീണം. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് പിള്ളേരൊക്കെ കഴിക്കുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. ചപ്പാത്തിയും ചിക്കനും പൊറോട്ടയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ദോശ, രസവട, ഓംലെറ്റൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ചപ്പാത്തിയും ചിക്കനൊക്കെ കേട്ടോ. ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ വന്ന പാടെ എന്താ ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ നോക്കണം. ഇത് സെക്കൻഡ് പ്രൈസും വേദയുടെ കയ്യിലിരുന്നതായിരുന്നു കേട്ടോ. ഫസ്റ്റ് പ്രൈസ് തൂക്കുപാത്രം പോലത്തത്. പക്ഷേ എനിക്ക് ആ തൂക്കുപാത്രത്തിനെ കാട്ടി സെക്കൻഡ് പ്രൈസാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഞങ്ങൾക്ക് വേദയ്ക്ക് കൂടുതൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളത്. തേർഡ് പ്രൈസായിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സുമാണ് കിട്ടിയത്. വേദയ്ക്ക് 2 ഫസ്റ്റ് പ്രൈസ്, 2 സെക്കൻഡ് പ്രൈസ്, 2 തേർഡ് പ്രൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.